I'm Sina Francis, life coach and personal development trainer. Welcome back to our YouTube channel, S and S Streets. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പലരും എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാവോ എന്ന്. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആർക്കെങ്കിലും ഇതും കണ്ടൊരു ഉപകാരം ഉണ്ടായാൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഞാൻ പറയുന്നത് എന്നാന്നറിയോ, ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെ ഉരുളൊക്കെ പൊട്ടിയിട്ട്, ഉരുൾ പൊട്ടുന്ന പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്ന വളരെ സങ്കടകരമായ ഒരു കാര്യം. അങ്ങനെ ഉരുള് പൊട്ടി അതിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം നമ്മുടെ ചില സമയത്തൊക്കെ അത് തോടുകളായിട്ട് വരും. അങ്ങനെ കുപ്പിച്ചില്ലുകൾ പോലെയുള്ള നല്ല കൂർത്ത പാറക്കഷ്ണങ്ങളും ഒരു ഷേപ്പില്ലാത്ത ഒരുപാട് പാറക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി ഒഴുകി വരും. എന്നിട്ട് അതെല്ലാം നമ്മുടെ പല തോടുകളിലും കിടക്കും. എന്നിട്ട് വെള്ളം തല്ലി 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 പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ഈ വെള്ളത്തിൽ കിടക്കുന്ന കല്ലുകളുണ്ടല്ലോ, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നല്ല ഷേപ്പത്തെ കല്ലുകളായിട്ട് മാറുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വെള്ളം ഒലിക്കുന്നതിനനുസരിച്ച്, ഒലിച്ചു പോകുന്നതിനനുസരിച്ച് തട്ടിമുട്ടിയൊക്കെയാണ് ആ നല്ല കല്ലുകളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ റിലേഷനും. അതങ്ങനെ കടന്ന് തട്ടിയും മുട്ടിയും ഒക്കെ, അതായത് നമ്മൾ പറയില്ലേ കൊണ്ടും കൊടുത്തും ഒക്കെ ജീവിക്കാന്ന് പറയത്തില്ലേ, അത് സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, വിട്ടുകൊടുക്കലുകൾ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ട്. എല്ലാവരുടെയും ലൈഫിലുണ്ട്. അത് ആരുടെയും ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ടൊന്നും പോകുന്നില്ല. ഇത് പറയാൻ എളുപ്പമുണ്ടാ, ഇത് അനുഭവിക്കുന്നവർക്കല്ലേ ബുദ്ധിമുട്ടെന്ന് പറയാറില്ലേ. എല്ലാവരും, ആരുമില്ലാതില്ല, എല്ലാവരും അനുഭവിച്ചിട്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ പല പല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് തന്നെയായിരിക്കും ഓരോ സ്ഥലങ്ങളിൽ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ കാണുന്ന സന്തോഷത്തിലും ഒക്കെ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ടാവും. സോ എല്ലാ റിലേഷനിലും, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, എന്തും നിങ്ങളെടുത്തോ, ജോലി സ്ഥലത്തായിക്കോട്ടെ, എല്ലായിടത്തും ഉണ്ടാവും ഈ വിട്ടുകൊടുക്കലുകളുടെയും കൂടിച്ചേരലുകളുടെയും ഒക്കെ കഥ പറയാൻ വേണ്ടിയിട്ട്. അപ്പോ നിങ്ങൾ ഇവൻ ചിലപ്പം കല്യാണത്തിലാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ കുടുംബജീവിതത്തിൽ ഉള്ളതാണ്. ഇതിനൊക്കെ ഞാൻ റെഡിയാണെങ്കിൽ മാത്രം ഒരു കുടുംബജീവിതത്തിലോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരുപാട് നല്ലതാണ് കുടുംബജീവിതം എന്ന് പറയുന്നതും, ഒരുപാട് നല്ലതാണ്. അത് നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അത് തന്നെ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ ചിന്തിക്കുക, ജീവിതം എങ്ങനെയാണ്, ആഘോഷമാക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലിരിക്കുന്ന കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച്.